അവരെന്നോട് ദേഷ്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ പ്രിയൻചേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുക. ഗന്ധർവനായി എന്റെ ജീവിതത്തിലേക്ക് വന്നതാ പ്രിയൻചേട്ടൻ ചെയ്ത തെറ്റെന്നാ പറയുന്നത്. എന്നെ ഉപേക്ഷിച്ച് നാട് വിടാൻ ഒരുങ്ങിയ പ്രിയൻചേട്ടനെ തടഞ്ഞ ഞാനാ ഇപ്പൊ കൈലാസ് സാറിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരി. എല്ലാം എന്റെ തെറ്റാണെന്നും പ്രിയൻചേട്ടൻ ദൂരെ എങ്ങോട്ടേലും പോവാണെന്നും എന്നോട് പറഞ്ഞു. ഈശ്വര, പ്രിയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? പ്രിയൻചേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല മീര. പ്രിയൻചേട്ടൻ കൈലാസ് സാറിന്റെ വേദനയും കഷ്ടപ്പാടും എല്ലാം അടുത്തുനിന്ന് കാണുകയല്ലേ. കൈലാഷ് സാറിന് പ്രിയൻചേട്ടൻ ഒരു സഹോദരനെ പോലെ. പ്രിയൻചേട്ടന് അദ്ദേഹത്തെ ചതിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. പ്രിയൻചേട്ടൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഗന്ധർവനായി എന്റെ ജീവിതത്തിലേക്ക് വന്നതുപോലും തെറ്റാണെന്ന് പറഞ്ഞ ഞാനത് എങ്ങനെ സഹിക്കും? പാറു, നീ ഇങ്ങനെ തളരരുത്. ദൈവം നിങ്ങളുടെ പ്രണയത്തെ പരീക്ഷിക്കുകയാണെന്ന് കരുതിയാ മതി. പ്രിയൻ ദേഷ്യപ്പെട്ടാൽ എന്താ? നീ നിന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല പ്രിയൻചേട്ടൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് നിന്നെ കരയിപ്പിച്ചു കഴിഞ്ഞാ പ്രിയന് മനസ്സമാധാനം കിട്ടും. പക്ഷെ നിന്റെ അവസ്ഥയോ? ഞാൻ ഇപ്പൊ തന്നെ പ്രിയനെ വിളിക്കാം. വേണ്ട മീര്, വീണ്ടും ഇതിനെ കുറിച്ച് സംസാരിച്ച് പ്രിയൻചേട്ടനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ട. അതിന് നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ നോക്കി നിക്കണോ? നീ എന്റെ കൂട്ടുകാരി ആയതിനു ശേഷമാ പ്രിയന്റെ കാമുകയായത്. നിന്റെ കാര്യത്തില് അവനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊക്കെ എനിക്കും ഉണ്ട്. അവനെങ്ങാനും എന്റെ അടുത്ത് ചൂടാവാൻ വന്നാ ഞാൻ ശരിയാക്കി കൊടുത്തോളാം. മീര്, നീ മിണ്ടാതെ അവിടെ നിക്ക്. എന്താ മീര? നീ ആരാന്ന നിന്റെ വിചാരം? ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ അവളെ എന്ത് വേണമെങ്കിലും പറയാം, എത്ര വേണമെങ്കിലും കരയിപ്പിക്കാം എന്നൊക്കെയാണോ നിന്റെ വിചാരം? അവളെ ഇഷ്ടപ്പെടാൻ പാറു നിന്റെ പുറകെ നടന്നു പറഞ്ഞോ? നീയല്ലേ ഗന്ധർവനായി അവളുടെ പുറകെ നടന്നത്? മര്യാദയ്ക്ക് ജോലി ചെയ്ത് കുടുംബത്തെ രക്ഷിക്കാൻ വന്ന ഇവളുടെ മനസ്സില് പ്രണയം ഉണ്ടാക്കിയത് നീയല്ലേ? എന്നിട്ടിപ്പോ ഒരു പ്രശ്നം വന്നപ്പോ നീ എല്ലാ കുറ്റവും അവളുടെ തലയിലിട്ടു അല്ലേ? പരസ്പരം പ്രണയം തുറന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോവായിരുന്നോ? എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടതിനു ശേഷമാ നിങ്ങൾ ഒന്നിച്ചത്? അതൊക്കെ മറന്നോ? പ്രശ്നം ഉണ്ടായാ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് ചിന്തിക്കണം. അല്ലാതെ വിട്ടിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഭീരുത്വമാ. പ്രിയന് നല്ല ധൈര്യം ഉണ്ടെന്നാ എന്റെ വിശ്വാസം. ഞാൻ കൈലാഷ് സാറിന്റെ അവസ്ഥ കണ്ടപ്പോ, കൂട്ടുകാരന്റെ അവസ്ഥ കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല അല്ലേ? അതിന് കാമുകിയെ കരയിപ്പിക്കുകയാണോ വേണ്ടത്? മര്യാദയ്ക്ക് അവളെ സമാധാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ ഞാൻ കൈലാഷ് സാറിനെ വിളിച്ച് നീയാണ് ഗന്ധർവനെന്ന് പറയും. മീര അങ്ങനെ ചെയ്യരുത്. കൈലാഷ് സാറ് ആകെ തകർന്നു പോവും. തകരട്ടെ. കൈലാഷ് സാറ് എന്റെ ഫ്രണ്ടല്ല, പാറുവാ എന്റെ ഫ്രണ്ട്. ഞാനും പാറുവും തമ്മില് ചെറിയൊരു സൗന്ദര്യ പിണക്കമേ ഉള്ളൂ. അവളോട് ഞങ്ങൾ സ്ഥിരം പോകുന്ന അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ സംസാരിച്ചോളാം. ശരി. നിങ്ങൾ സ്ഥിരം കാണുന്ന അമ്പലത്തിലേക്ക് ചെല്ല്, അവനവിടെ ഉണ്ടാവും. നീ എന്തിനാ ചൂടായത്? പിന്നെ നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് പ്രിയൻ അറിയട്ടെ. നീ വേഗം പോവാൻ നോക്ക്. പോ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്ന് പറയാമോ? എത്രത്തോളം വ്യക്തമാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. കൈലാഷ് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്.
ഞങ്ങൾ അവന്റെ നല്ലതിനു വേണ്ടിയാ ചിന്തിക്കുന്നതെന്ന് അവൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഞങ്ങളോട് വഴക്കുകൂടി വീട് വിട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വരില്ലെന്ന വാശിയില്ല. ആകെയുള്ള മകൻ വീട് വിട്ട് പോയാലുള്ള അവസ്ഥ എന്താന്ന് സ്വാമിക്ക് ഊഹിച്ചൂടെ? സ്വാമിയെ കണ്ട് എന്തെങ്കിലും സമയദോഷം കാരണമാണോ ഇങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് പറയൂ. അത് സ്വാമി, ഞങ്ങള് ആന്റി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മുക്ത, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? വിഷയം എന്താണെങ്കിലും ശരി, ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് മതി. നോ ആന്റി, ഇറ്റ്സ് വെരി സീരിയസ്. ഒരു 5 മിനിറ്റ് മതിയാകും. മിണ്ടാതെ കുറച്ചുനേരം ഇവിടെ വന്നിരിക്കെ. ഈ കുട്ടി ആരാ? ഇത് മുക്ത. കൈലാഷിനെ ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാ എന്റെ ആഗ്രഹം. ഓ, കൈലാഷ് ഭരണി നക്ഷത്രക്കാരനല്ലേ? അതെ സ്വാമി. ആ നക്ഷത്രക്കാർ ആരുടെയും നിയന്ത്രണത്തിന് വഴങ്ങില്ല. സ്വന്തം ഇഷ്ടപ്രകാരമേ എന്തും ചെയ്യൂ. നിങ്ങൾ അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവൻ നിങ്ങളിൽ നിന്നും കൂടുതൽ അകലുകയേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും പരിഹാര കർമ്മങ്ങൾ നടത്തി ശരിയാക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കൈലാഷിന്റെ നക്ഷത്രമല്ല, ഒരു പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദേവി, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിനു ശേഷം ഇന്നേ വരെ പ്രിയൻചേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല. കൈലാഷ് സാറിന് വേണ്ടി എന്നെ വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും പോകുന്ന പ്രിയൻചേട്ടൻ പറയുന്നത്. അത് അദ്ദേഹം ദേഷ്യം കൊണ്ടാണോ വേദന കൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പ്രിയൻചേട്ടന്റെ മനസ്സിൽ നിന്ന് തന്നെ വന്നത്. അത് ശരിക്കും സംഭവിക്കുമെന്നാ എന്റെ പേടി. എനിക്ക് പ്രിയൻചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ ഒരിക്കലും പിരിക്കരുത് ദേവി.